तुमसे मिलना बातें करना बड़ा अच्छा लगता है। तुमसे मिलना बातें करना बड़ा अच्छा लगता है। क्या है ये, क्यों है ये, क्या खबर, हम मगर जो भी है बड़ा अच्छा लगता है। सबका दिल इसने तोड़ा, हर आशिक इश्क से हारा, हमको भी इश्क ने मारा। आए चैन कहीं ना, कर दे मुश्किल जीना इश्क कमीना। മേലെ വെള്ളിത്തിങ്കൾ താഴെ നീലക്കായൽ, മേലെ വെള്ളിത്തിങ്കൾ താഴെ നീലക്കായൽ, കള്ളനെ പോലെ തെന്നൽ നിന്റെ ചുരുൾ മുടുത്തുമ്പത്തെ വെണ്ണിലാപ്പൂക്കൾ മെല്ലെ തഴുകി മറയുന്നു, പെണ്ണിലാമഴയിൽ പ്രളയം പീലി. ചില്ലേന ഒരു മഴை തുളി என்னை நனைக்கதே பெண்ணே, சிறகுகள் யார் கொடுத்தது, நெஞ்சம் பறக்கதே முன்னே. നീ എത്ര ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട്?
നിങ്ങോട്ട് പാടാ. എന്താ കുതിര സീരിയസ് ആയിട്ട് ഒരു കാര്യം പറഞ്ഞോണ്ടിരിക്കുമ്പോ കുതിരയുടെ ഒരു വീണാട്ടം. ചേച്ചി ധൈര്യമായിട്ട് ഞാൻ പോയി നോക്കിയിട്ട് അറിയാം. ഞാൻ പോയി നോക്കാം. പള്ളീനെ കുറിച്ച് നന്നായിട്ട് അറിയാവുന്ന ആരോ ചെയ്ത പണിയാ. 2 ആഴ്ച അരി മണ്ണെണ്ണ തീർന്നിട്ട് എന്ന് പറഞ്ഞ സമയം എന്തായെന്നാ കരുതിയേ? ഇവിടെ അമ്മായിമ കരണ്ടടിച്ച് കേട്ടു പോയല്ലേ പറ്റൂ. മനസ്സിലായി. എന്നാലും എന്റെ വർക്ക് ചെയ്തത് ശരിയല്ല കേട്ടോ. അല്ലാലും ഈ ലോകത്ത് എന്താ ശരിയായിട്ടുള്ളത്? നീ എല്ലാം ഇടിവെട്ടും കൊണ്ട് ചാവുള്ളൂടാ. ഷെയറിൽ ദുബായിക്ക് പോയിട്ട് എന്തായി? ഞാൻ ആദ്യമായി പ്രേമലാപനം കൊടുത്തത് അവൾക്കായിരുന്നു. ഏത് പാണ്ടിഞ്ചറ ഷെയറിലാ? അന്ന് എന്നെ വേണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ കൊടുത്ത മറുപടി എന്തായിരുന്നു നിങ്ങൾക്കറിയാമോ? എന്തുട്ടായിരുന്നു? ഞാൻ കൊടുത്തത് ഒരു പൂവിന്റെ പടമായിരുന്നുടാ, ഒരു ചെമ്പരത്തി പൂവിന്റെ പടം. എന്നിട്ടൊരു ഡയലോഗ് അങ്ങോട്ട് കാച്ചി. കരൾ പറിച്ച് നിനക്ക് ഞാൻ നൽകിയപ്പോൾ നീ ഒരു പൂവിന്റെ പേര് പറഞ്ഞില്ലേ, അതാണ് ഈ പൂവ്. അതിരിക്കട്ടെ കൂലാൻ. വേതാളം വർക്കിന് തോപ്പിക്കാനാവില്ല മക്കളെ. ലൈറ്റർ ഉണ്ടോ? വീടിണ്ടോ? വേതാളം മറിക്കുന്നതിന്റെ അപ്പൻ അല്ല, പിന്നെ മുട്ടയെന്ന് വിരിഞ്ഞില്ല. ഉള്ള അപ്പൂപ്പൻ ശ്രീധരൻ എന്റെ കൂടെ പഠിച്ചതാ. ആ റേഷൻ കട അവിടെ നിൽക്കട്ടെ, ഉള്ള അമ്മയുടെ ഒരു റേഷൻ കട. ആ എടാ പട്ടികളെ, നിങ്ങൾ എന്നെ ഒറ്റയ്ക്കാക്കി പോയാ. ആ എടക്ക് അവരെ നീങ്ങിനുണ്ടായിനോടാ. എന്തൊരു ഓട്ടോ ഓടിയേ. അവിടെ ഒരുത്തണ്ടല്ലോ സാറേ, അവൻ ഒരു വിഗ്രഹനാ. എന്നാ അവനെ പിടി ആദ്യം. സാർ പിടിക്കും. അവനെ പിടിടാ സാറേ. ഇതിനവിടെ എങ്ങനെ കളയടോ? ഓടാ പട്ടികളെ, പോലീസേ. സുബ്രുവിനെ പിടിക്കാൻ പറ്റില്ല. പൂരമായി പൊടി പറത്തിയൊരോളമായി ചുടയുടെ പെരും പണമെടുത്തൊരു ചെറുപടയുടെ വരവിത സകിലടിച്ചൊരു മുകിലപാടി നഗര മുകളിൽ മംഗളങ്ങൾ കുഴമയായി കുഴലുമായി കൊടുമുടി കൊടുക്കാൻ ജോസിൻ്റെ മോളുടെ കല്യാണമല്ലേ സാറേ? ഞാനല്ലേ സാറേ തല തൊട്ടപ്പൻ, പോകാണ്ടിരിക്കാൻ പറ്റില്ല. കൊളപ്രാക്കുടി ജോസ്. ആ സാറേ, കല്യാണം, അതും ഈ വേഷത്തിൽ. ഇതെങ്ങനെയാന്നു? അഭ്യാസ കഥ സാറേ സൂക്ഷിച്ചു പോട്ടാ. വരുമ്പത്ത് കുപ്പിച്ചിട്ടുണ്ടാവും. കൊച്ചു സലീമിന്റെ കണ്ണുകളിലെ സ്നേഹത്തിന്റെയും സഹനത്തിന്റെയും ആദ്യ ഫ്രെയിമുകൾ തുടർച്ചയായി കണ്ടിരുന്നെങ്കിലും ഈ കാഴ്ചകൾ സലീമിനെ മടുപ്പിച്ചിരുന്നില്ല. കാരണം നോവുന്ന ഈ വിരലുകൾ തന്നെയാണ് ഇവനെ താലോലിച്ചത്. ഈ ഹൃദയമിടിപ്പുകളാണ് ഇവന് സ്നേഹത്തിന്റെ താളമേകിയത്. അമ്മയുടെ നിറവാർന്ന മനസ്സിലേക്ക് എത്തിനോക്കി
അമ്മ പറയുന്ന കഥകൾ കേട്ടുറങ്ങിയിരുന്ന ഈ കുട്ടിക്ക് സ്കൂളിൽ ചേർക്കുവാൻ വേണ്ടി കണ്ടെടുത്ത ഒരു തീയതി, അമ്മ കൗസല്യയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു കന്നിമാസത്തിലെ ആയില്യം നാൾ. ജാതകമില്ലാത്ത ഈ കറുത്ത കുഞ്ഞ് എന്നെങ്കിൽ അനുഭവിക്കാനുള്ള നൊമ്പരങ്ങൾക്ക് അതൊരു തണലായേനെ. പക്ഷേ ദൈവത്തിന്റെ തിരക്കഥകൾ ഒരു മായാജാലം പോലെയാണല്ലോ. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തത് സംഭവിക്കും. ഉറപ്പാണ്, ഈ അച്ഛനും അമ്മയും ഇപ്പോൾ കാലത്തിന്റെ തിരശീലയുടെ പിന്നിലിരുന്ന് സന്തോഷത്താൽ കരയുന്നുണ്ടാകും. ഈ കാലഘട്ടത്തിലായിരുന്നു സലീമിന്റെ ബാല്യം. ജീവിതത്തിന്റെ ഇഴകൾ ചേർക്കുവാൻ വേണ്ടി കയറുപിരിച്ച് വിരലുകളിൽ പൊടിയുന്ന ചോരയും നെറ്റിയിലെ വിയർപ്പും കണ്ടുകൊണ്ട് അനുഭവിച്ച ആ ബാല്യം തന്നെയായിരുന്നു സലിം കുമാർ എന്ന പച്ച മനുഷ്യനെ, ഇന്ത്യയിലെ ഒന്നാമത്തെ നടനെ വാർത്തെടുത്തത്. സലീമിന്റെ ആദ്യത്തെ അഭിനയ ജീവിതം. കാണികൾ അച്ഛനും അമ്മയും മാത്രം. ഇവരുടെ ചിരികളികളാണ് ഇവന്റെ പ്രോത്സാഹനം. ഈ മണ്ണപ്പഞ്ചുടൽ ഒരു നിമിത്തമാണെന്ന് വിശ്വസിക്കുന്ന അമ്മയുടെ തീരുമാനമായിരുന്നു ചെറിയൊരു ചായക്കടയിടാം എന്ന പദ്ധതി. ഇരുന്നൂറ് പേജുള്ള പറ്റുപടി പുസ്തകം നിറഞ്ഞപ്പോൾ ചായക്കട നിർത്തലാക്കേണ്ടി വന്നു. ക്ലാവ് പിടിച്ച കുറെ കുപ്പി ഗ്ലാസും ബെഞ്ചും ഡെസ്കും ബുക്കും മാത്രം ബാക്കി. മകനോടുള്ള സ്നേഹം കലർന്ന അമ്മയുടെ വിശ്വാസത്തിന്റെ പുസ്തകത്തിൽ തെളിഞ്ഞ പേജുകൾ അപ്പോഴും ബാക്കിയുണ്ടായിരുന്നു. അതിൽ അമ്മ എഴുതി ചേർത്ത വാക്കുകളിലെല്ലാം ഫീസടക്കുവാൻ വേണ്ടി നിർത്താതെ കയറുപിരിക്കുന്നതിന്റെ ശബ്ദവും ചോരപടിയുന്ന കൈകളുടെ നീറ്റലുമുണ്ടായിരുന്നു. കണ്ണടയ്ക്കുമ്പോൾ ഇപ്പോഴും സലിം കുമാർ അത് കാണുന്നുണ്ട്. ഓരോ ഫ്രെയിമിലും ഇരുണ്ട ക്ലൈമാക്സ് നിറഞ്ഞൊരു കുട്ടിക്കാലം. മുസ്ലിമാണോ എന്ന സംശയം ഒഴിവാക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം. കുടുംബക്ഷേത്രം പോലെയായിരുന്ന ഈ കളരിക്കൽ അമ്പലത്തിലെ അന്തരീക്ഷമായിരുന്നു സലിം കുമാറിന്റെ ഈശ്വര ചിന്തകൾക്ക് ജന്മമേകിയത്. ഒരിക്കൽ വീരഭദ്രൻ കയറി തുള്ളിയ അച്ഛന്റെ രൂപം കണ്ടു പേടിച്ച സലിംകുമാർ ഇന്നും അദ്ദേഹത്തിന്റെ ഓർമ്മകളിലുണ്ട്. അച്ഛന്റെ മനസ്സിന്റെ രുചിയുടെ ആവേശങ്ങളിലൊന്നായിരുന്നു തിളച്ചുമറിയുന്ന കറിയുടെ മണം. അച്ഛന്റെ ചിരികൾ തുറക്കുന്ന താക്കോൽ കൂട്ടങ്ങളിൽ ഒന്നാണെന്ന് മനസ്സിലാക്കിയ അമ്മയും സലീമും മുഖത്തോട് മുഖം നോക്കി ചിരിക്കും. പിന്നീട് കയർ കച്ചവടമൊക്കെ പൊളിഞ്ഞപ്പോൾ ഏറ്റവും വലിയ പ്രതിസന്ധി അതായിരുന്നു. അച്ഛന് ഇഷ്ടത്തിനൊത്ത് മീൻ വാങ്ങാൻ കാശില്ലാതായി. അതോടെ വീട്ടിൽ മീൻകറി അപ്രത്യക്ഷമായി. പുലയനാർ മണിയമ്മ എന്ന് തുടങ്ങുന്ന ഒരേയൊരു ഗാനമാണ് കൈമുതൽ. ഫലപ്രഖ്യാപനത്തിൽ വിശേഷിച്ചൊന്നുമില്ലാതെ വീട്ടിൽ പോകാനാവാതെ അന്ന് നിന്നെങ്കിലും ഈ പുലയനാർ മണിയമ്മയുമായി സലിം വളർന്നു. പിന്നീട് കെടാമംഗലത്തെ ക്ലബിന്റെ വാർഷികത്തിന് ലളിതഗാന മത്സരത്തിന്റെ വിജയപ്രഖ്യാപനത്തിന്റെ കാത്തിരിപ്പിനൊടുവിൽ പാടവരമ്പിലൂടെ തിരിഞ്ഞു നടക്കുമ്പോൾ മൈക്കിന്റെ ശബ്ദം കാറ്റിലുലഞ്ഞ് മാത്രം കേട്ട് തിടുക്കത്തിൽ തിരിഞ്ഞോടിയ സലിം കുമാറിന്റെ കണ്ണുകളിൽ കളറില്ലാത്തൊരു ഫ്രെയിം. ഒരു ബഷീർ ഒന്നാം സമ്മാനം വാങ്ങുന്നു. സലീമേ, നീ ഇനി പാടരുത്. നിനക്ക് പറ്റിയത് മിമിക്രിയാണ്. ക്ലാസ്സിൽ പാട്ടുപാടിയ സലിം കുമാറിനെ നോക്കി സുജാത ടീച്ചർ ഒരു സത്യം പറഞ്ഞപ്പോൾ സലിം കുമാർ എന്ന പാട്ടുകാരൻ പയ്യൻ ഒന്ന് പിടഞ്ഞിരിക്കണം. പിടച്ചിലുകൾ ആ പയ്യന് പുതുമയല്ലാതാവുകയായിരുന്നു. അപ്പോൾ പലർക്കും വേദനിക്കുമെങ്കിലും നമുക്ക് ശരിയായ വഴികൾ തുറന്നു തരുന്നത് ഈ തുറന്നു പറച്ചിലുകളാണെന്ന തിരിച്ചറിവ്, അത് സലീമിന് ലഭിച്ച ഒന്നാം പാഠമാണ്. നാലാളുടെ ഇടയിൽ അറിയപ്പെടണം എന്ന ആഗ്രഹം തീവ്രമായിക്കൊണ്ടിരിക്കുമ്പോൾ സ്കൂളിൽ യുവജനോത്സവം എത്തി. ഒരു നാടകം കളിക്കാൻ തീരുമാനിച്ചു. ഷെൽട്ടർ എന്നൊരു നാടകം ഒപ്പിച്ചെടുത്തു.
നാടകത്തിനൊരു സംവിധായകൻ വേണമെന്ന് അറിയില്ലെങ്കിലും നാടകം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതും പ്രധാന വേഷവും സലിംകുമാർ തന്നെ. ഒരു വൃദ്ധന്റെ വേഷമാണ് സലിംകുമാറിന്. റിഹേഴ്സൽ തുടങ്ങിയപ്പോൾ സംവിധാനത്തിന്റെ മികവ് കൊണ്ട് കുട്ടികൾ ഓരോന്നായി പിരിഞ്ഞുപോയി. ഒടുവിൽ ഷെൽട്ടർ എന്ന നാടകവും ഷെൽട്ടർ ഇല്ലാത്ത സലിംകുമാറും മാത്രം ബാക്കി. Bye.